एनडीए शोध गए बीजेपी स्टेट के विकास से देश के विकास का मंत्र लेकर चलती है। इसलिए हम केरला के विकास को प्राथमिकता देते हैं। लेकिन एलडीएफ केरला के विकास की दुश्मन बनी हुई है। एलडीएफ अपनी ताकत यहां केंद्र सरकार की योजनाओं को रोकने में लगी है। एलडीएफ केरला में पीएम आवास योजना अर्बन का नेक्स्ट फेज लागू नहीं कर रही है, जहां हर घर तक नल पहुंचाने की स्कीम में देरी की जा रही है। एलडीएफ सरकार नहीं चाहती कि गरीबों के बच्चे भी पीएमश्री जैसे आधुनिक स्कूलों में पढ़ाई करें। यहां की राज्य सरकार इस योजना के लाभ से केरला के स्टूडेंट्स को दूर रख रहे हुए हैं। ऐसी गरीब विरोधी एलडीएफ सरकार को सबक सिखाना बहुत जरूरी है। പ്രിയപ്പെട്ടവരെ, സംസ്ഥാനങ്ങളുടെ വികസനത്തിൽ കൂടി മാത്രമേ രാജ്യത്തിന്റെ വികസനം സാധ്യമാകൂ എന്ന മന്ത്രവുമായാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ കേരളത്തിന്റെ വികസനത്തിന് ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതേസമയം കേരളം ഭരിക്കുന്ന എൽഡിഎഫ് ഇന്ന് വികസനത്തിന്റെ ശത്രുവായി മാറിയിരിക്കുന്നു. ഇന്ന് എൽഡിഎഫ് സർക്കാർ അവരുടെ എല്ലാ ശക്തിയും കഴിവും വിനിയോഗിക്കുന്നത് കേന്ദ്ര പദ്ധതികളുടെ നേട്ടം കേരളത്തിലെ സാധാരണക്കാർക്ക് നൽകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവരെല്ലാ ശക്തിയും കഴിവും വിനിയോഗിക്കുന്നത്. കേരളത്തിലെ നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അടുത്ത ഘട്ടം, രണ്ടാം ഘട്ടം എൽഡിഎഫ് സർക്കാർ നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാ വീടുകളിലും പൈപ്പുകളിൽ കൂടി ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയും ഇവിടെ ഇന്ന് നിലച്ചിരിക്കുകയാണ്. പിഎംശ്രീ പദ്ധതിയുടെ കീഴിൽ വരുന്ന ആധുനികമായ സ്കൂളുകളിൽ സാധാരണക്കാരുടെ മക്കൾ പഠിക്കേണ്ടതില്ല എന്നതാണ് ഇടത് സർക്കാരിന്റെ നയം. ഈ പദ്ധതിയുടെ നേട്ടങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ സംസ്ഥാന സർക്കാർ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുകയാണ്. ഇങ്ങനെ സാധാരണക്കാരുടെ ശത്രുവായി മാറിയ ഇടത് സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, बीजेपी एनडीए की केंद्र सरकार गरीब का जीवन बेहतर बनाने में जुटी है। इसका एक और उदाहरण हमारे शहरों में रेहड़ी, ठेले, फुटपाथ पर काम करने वाले हमारे भाई बहन हैं। हमने इन्हें आर्थिक मदद देने के लिए पीएम स्वनिधि योजना बनाई। केरला सहित देश के लाखों ऐसे साथियों को पहली बार बैंकों से मदद मिलनी शुरू हुई। अब एनडीए की केंद्र सरकार ने एक और बड़ा कदम उठाया है। अब स्ट्रीट वेंडर्स को भी बीजेपी सरकार स्वनिधि क्रेडिट कार्ड देगी और इसकी शुरुआत देश भर के लोगों के लिए शुरुआत आज मैंने यहां केरला की धरती से शुरू किया है। പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്രത്തിലെ എൻഡിഎ സർക്കാർ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ തെരുവ് കച്ചവടക്കാർ, തട്ടുകടക്കാർ, വഴിയോര കച്ചവടക്കാർ എന്നിവർക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ. ഈ വിഭാഗത്തിൽപ്പെട്ട ദുർബലരായ മനുഷ്യരെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി നാം പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള നാടുകളിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്കാണ് ഈ പദ്ധതി മൂലം പ്രയോജനം കിട്ടുന്നത്. ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് പിഎം സ്വനിധി പദ്ധതി വന്നതുമൂലം ബാങ്കുകളിൽ നിന്ന് ആദ്യമായി സഹായം കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ മറ്റൊരു സുപ്രധാന ചുവടുകൂടി ഇന്ന് വെച്ചിരിക്കുകയാണ്. തെരുവ് കച്ചവടക്കാർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന പദ്ധതി, ഇവിടെ രാജ്യത്തെ മുഴുവൻ തെരുവ് കച്ചവടക്കാർക്കും പ്രയോജനം കിട്ടുന്ന ഈ പദ്ധതിയുടെ രാജ്യവ്യാപകമായ ഉദ്ഘാടനം അല്പസമയം മുമ്പ് കേരളത്തിന്റെ ഈ പത്മനാഭന്റെ മണ്ണിൽ വെച്ചാണ് ഞാൻ നിർവഹിച്ചത്.